പ്രഭാതവന്ദനങ്ങൾ. 1 കൊറിന്ത്യർ 4:1 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരും ദൈവമർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തർ എണ്ണിക്കൊള്ളട്ടെ. ഗൃഹവിചാരകന്മാർ. ഒരു ഗൃഹവിചാരകൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ സമ്പത്തോ മറ്റു കാര്യങ്ങളുമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളല്ല, അദ്ദേഹത്തെ ഗൃഹവിചാരകനാക്കി വെച്ചയാളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുക എന്നുള്ളതാണ് അപ്പോൾ പ്രാധാന്യം. ഇവിടെ യേശു നമ്മളെ ഗൃഹവിചാരകന്മാരാക്കി വെച്ചിരിക്കുന്നു. അത് നമ്മുടെ സമ്പത്തായിരിക്കാം, നമുക്ക് ദൈവം തന്ന താലന്തുകളായിരിക്കാം, കഴിവുകൾ എന്താണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ എല്ലാ നന്മകളും, കർത്താവ് തന്നിട്ടില്ലാത്ത ഒരു നന്മയും നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാത്തിൻ്റെയും അക്കൗണ്ട്സ് നമ്മൾ കർത്താവിനെ ഏൽപ്പിക്കേണ്ടതാണ്. ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഒത്തിരി ക്യാഷൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ എൻഡ് ഓഫ് ദ ഡേ അതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി കാണിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെയും ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കഴിവിൻ്റെയും താലന്തിൻ്റെയും ഓരോ നന്മയുടെയും അക്കൗണ്ടബിലിറ്റി നമ്മളെ ദൈവത്തിന് കാണിക്കേണ്ടതുണ്ട്. മറ്റൊരു വചനമുണ്ട്, 1 പീറ്റർ 4:10 ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരന്മാർ ആയിരിക്കുന്നു എന്നുള്ളത്. അതെ, ദൈവം തന്ന എല്ലാ കഴിവുകളും താലന്തുകളും നന്മകളും ദൈവം നമുക്ക് തന്ന വെളിപ്പാടുകളുടെയും നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയുടെയും എല്ലാം നല്ല ഗൃഹവിചാരകന്മാരായിരിക്കാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ നമുക്ക് അപ്രകാരം ഒരു നല്ല ഗൃഹവിചാരകനാകാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് തന്ന ഓരോ നന്മകളും ഗിഫ്റ്റുകളും, കർത്താവെ ദൈവത്തിൻ്റെ വെളിപ്പാടുകളും ദൈവകൃപയുടെ എല്ലാം നല്ല ഗൃഹവിചാരകരായിരിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ അങ്ങ് ഞങ്ങൾക്ക് തരണം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നപ്പ, ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അങ്ങയെ പ്രസാദിപ്പിക്കുന്നവയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.